പറയൂ പറയൂ, എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? പറയൂ. നമ്മൾ ഉണ്ടാക്കാൻ പോണതാ ചിക്കൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം. കണ്ടോ, അധികം ചേരുവകളൊന്നും ഇല്ലാതെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു പൊരിച്ച മോഡലാണോ എന്ന് ചോദിച്ചാൽ നോക്കാം നമുക്ക് എന്തായി മാറുന്നു ലാസ്റ്റ്. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ്റെ വിഭവം തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇതാ ചിക്കനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഐറ്റംസ്. കുറച്ച് ഇതാ നല്ല കാശ്മീരി മുളകിൻ്റെ ആ പിരിയനില്ലേ വറ്റൽ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ജീരകമുണ്ട്, നല്ല ജീരകമുണ്ട്, കുരുമുളകുണ്ട്, ഏലക്കായ ഉണ്ട്, ഇതാ പട്ട 2 കഷ്ണമുണ്ട്, കുറച്ച് ഇതാ മല്ലി, പച്ചമല്ലി മല്ലിയുണ്ട്, കുറച്ച് എരിവുള്ള വറ്റൽ മുളകുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാതെ വറക്കാം കേട്ടോ. ഈ മുളകിനെ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതിയേ. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഈ ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു വാസന വരും കേട്ടോ. ആ ഒരു വാസന വരുമ്പോൾ നമുക്ക് വാങ്ങണം. ഏറെക്കുറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് വാങ്ങാം. ഇനി അധികം നേരം പാനിൽ വെക്കണ്ട, വേഗം പാത്രത്തേക്ക് മാറ്റിയിട്ട് നമുക്കിതിനെ പൊടിച്ച് കൊണ്ടുവരണം ചൂടാറിയിട്ട്. വീണ്ടും ഇതാ ഗ്യാസ് ഓൺ ചെയ്തു. അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാനാണ്. ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇതൊരു 150 ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ഞാൻ നമ്മളാ കുത്തണ വരലില്ലേ, കുഞ്ഞി വരൽ, അതിലിട്ട് ഒന്നിങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. അപ്പോഴേക്ക് നമ്മൾ ആ ഒരു പൊടി പൊടിച്ച് കൊണ്ടുവരാം. ചൂടാറിയുണ്ടാവും ഇപ്പോൾ. അങ്ങനെതാ ആ ഒരു പൊടി കണ്ടോ, നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിവിടെ വെക്കുക. നമ്മളെ ഉള്ളി എന്തായി നോക്കുക. അങ്ങനെതാ നമ്മളെ ഉള്ളി നല്ല രീതിക്ക് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മളെ സമയം വേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവ് ഇതൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. കൂടുതൽ സമയമൊന്നും ഇളക്കണ്ട. നമുക്ക് ഇതിലേക്ക് നേരിട്ട് നമ്മളെ ആ ഒരു ചിക്കനെ ചേർക്കണം. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കട്ടെ. ആ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും. ഇനി ഇതാ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. ഒരു 1.5 സ്പൂണൊക്കെ മതി. അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനെ നേരിട്ട് ഇതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കും. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ മസാലകളൊക്കെ ചിക്കൻ്റെ മുകളിലേക്ക് ആക്കാൻ വേണ്ടി എന്താക്കുക, ഒന്നും ആക്കാല്ലേ, അതേപോലെ നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ചേക്കണം. നമ്മൾ ഈ ചിക്കനിൽ ഇത്തിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അടപ്പ് തുറക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വേവണം. ആ ഒരു സമയം കൊണ്ട് ചെറിയൊരു കുഞ്ഞു പണിയുണ്ട്. നോക്കാം നമുക്ക്. വരി. വേറെ ഒന്നുമല്ല, നമ്മളെ സ്വന്തം പ്രൊഡക്റ്റായിട്ടുള്ളതാ ഗ്രാസ് ബോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് അയക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാൻ കൊടുത്തിരുന്നു ഞങ്ങൾ പല സ്ഥലത്തേക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോന്നോരോതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്യിലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് തോന്നണില്ലേ? ഒന്നുമല്ല, ഇതിലൊരു കയറ് കാണില്ലല്ലേ? ആ കയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ ഒരു സംഭവമാണ് ഞങ്ങൾ ഇതിൽ കൊളുത്തിടുന്ന കയറ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് പൊട്ടിപ്പോകുമെന്ന്. ഇത് ഒന്നും ആവില്ല. ഞാൻ ഏറ്റവും ശക്തിയിലാണ് വലിക്കുന്നത്, ഒന്നും ആവണില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഷൂവിൻ്റെ ഒക്കെ ആ ഒരു ലേസില്ലേ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ, ഒന്നും ആവില്ല. അപ്പോൾ ഈ ഒരു കയറ് ഇതിൽ ഇടണം. പിന്നെ അത് മാത്രമല്ല, കയറിടാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പോട്ടൊക്കെ വിനാട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. വിനാട്ട ഉണ്ടാക്കി തന്നതാണേ. കണ്ടോ, ഇതാണ് പോട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അതേപോലെ നമ്മളെ ഗ്രാസ് ബോൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക. ഒരു പ്രശ്നമില്ല. അങ്ങനെ അങ്ങോട്ട് ഉരിച്ചാടിപ്പോരേ ഒന്നും ചെയ്യില്ല. ഇതിലിങ്ങനെ നിന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നാളത്തേക്കുള്ള ഓർഡറുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഇപ്പോൾ നിങ്ങളെടുത്തെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, നമ്മളെ കയ്യിൽ മഞ്ഞല്ല കേട്ടോ. മഞ്ഞ കഴിഞ്ഞു പോയേ. ഇനി ഈ ഒരു പച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കറിയുണ്ടാവില്ല. ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ബോളാണ്. പിന്നെ ഒരുപാട് പേര് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, ഒറിജിനലാണോ, ഇത് എങ്ങനെയാണ് ഇതിന് വളപ്രയോഗം, ഇതിന് വെള്ളം തളിക്കണോ, ഇതിങ്ങനെ ഇതിന് വെട്ടിക്കൊടുക്കണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇതിനെ നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കുക. എങ്ങനെ വെച്ചാൽ അധികം വെയിലടിക്കണോടത്ത് വെക്കരുത്. പിന്നെ പൊടിയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, വാങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ആക്കിക്കോളൂ. താഴെ നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ്റെ അടുത്തേക്കൊന്ന് പോകണ്ടേ, അതെന്തായാവോ. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ ശരിയാവില്ല. ഒന്ന് ഇളക്കുക. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഇങ്ങനെ വന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വെള്ളം ഉണ്ടാവും.
അതുകൊണ്ടാണ് ആദ്യം ഒഴിക്കാഞ്ഞത്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഫുള്ള് പൊടി ഇതിൽ ചേർത്തില്ല എന്നല്ലോ, നമുക്ക് കുറച്ചുകൂടി ചേർക്കട്ടോ. അപ്പോൾ കുറച്ച് പൊടികളും കൂടി ഇങ്ങനെ ചുറ്റിച്ച് ചേർക്കണേ. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നല്ലൊരു വാസന വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇളമണം. വീണ്ടും അടച്ചേക്കാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം തുറന്നിട്ട്. അങ്ങനെ നമ്മൾ തുറന്നും മടച്ചും ഇളക്കിയും മറിച്ചും ഒക്കെ ആക്കി മാറ്റിയിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ കളറ് കണ്ടോ എന്താ അല്ലേ? നല്ലൊരു കളറിൽ നല്ല രീതിയിൽ അധികം മൊരിഞ്ഞിട്ടുമില്ല, എന്നാൽ അധികം അങ്ങോട്ട് മൊരിയാതെ നിന്നിട്ടുമില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണേ കണ്ടില്ലേ? കൂടുതൽ മസാലയൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ആകെ ചെറിയ കുഞ്ഞുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെയുള്ള ആ ഒരു മാജിക്കൽ പൊടി അതാണ് ഇതുമ്മിലിങ്ങനെ കവർ ചെയ്ത് നിൽക്കണത് കേട്ടോ. അപ്പോൾ ദാ വാങ്ങുകയാണേ. എന്നിട്ട് നമുക്കിത് കഴിച്ച് നോക്കണം. ഉമ്മേ നല്ല ചൂടാട്ടോ. ഇതാണിങ്ങനെ നിൽക്കണേ കണ്ടിട്ടാണെങ്കിൽ വായക ഇങ്ങനെ ഇടാ തോന്നിയിട്ട് അയ്യോ ഭയങ്കര ചൂടാണേ. കുറേ ദിവസമായി ചിക്കൻ കഴിച്ചിട്ട് അറിയാം എനിക്ക്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോയ്ക്ക് ഉണ്ടാക്കൽ കുറവാണ്, വീഡിയോ ചെയ്യലും കുറവാണ്. ഇപ്പം കണ്ടോ ഇതിങ്ങനെ ഈ മസാലയിൽ പൊതിഞ്ഞ് നിൽക്കണത് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഞാനെടുത്ത് ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കാതിരിക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇനി അധികം എൻ്റെ കയ്യിനെ ഞാൻ പൊള്ളിപ്പിക്കണില്ല. എൻ്റെ ആക്ഷനെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വെളിച്ചെണ്ണയൊക്കെ വളരെ കുറവല്ലേ. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം പറയണം. പിന്നെ അത് മാത്രമല്ല, നമ്മളെവിടേക്കെങ്കിലും പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളടുത്ത് വന്ന് സംസാരിക്കലുണ്ട്, ഉണ്ടാക്കി നോക്കലുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഐറ്റംസും ഇത്ര ടേസ്റ്റിയാണ്, ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടാണ് പറയണതെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് അതിരുകളില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കും എന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷയോട് കൂടി പുതിയ കൊതിപ്പിച്ച് കടന്നു കളയാനുള്ള ശ്രമം ഞാനങ്ങനെ ചെയ്യോ? അല്ല, ഇന്നലെ റൂട്ട് കനാലൊക്കെ ചെയ്ത ആളാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഇതിങ്ങനെ കാണുമ്പോഴേ ഞാൻ ആദ്യം കഴിക്കണ്ട വിചാരിച്ചു. പക്ഷെ ഈ മസാല ഒക്കെ പാടെ കൂട്ടി എനിക്ക് ഒന്നാമത് നിങ്ങളെ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ നല്ലോണം വേവിച്ചിട്ട് ഈ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കും. അപ്പൊ അത് കഴിക്കാൻ നല്ല രസമാണ്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. മസാല പിടിക്കാതെ മസാലകൾ നോക്കി പിടിച്ച് കഴിക്കും. വേദനക്കുണ്ടല്ലേ? എത്ര വേദനിച്ചാലും എന്താ കഴിച്ചു പോവാണ്. ഞാൻ നൂൽപുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ എനിക്ക് കഴിയോ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എടുത്തോണ്ടിരാത്തത്. കഴിക്കാൻ കഴിയും. ഇന്നൊരു ദിവസം ഇന്നലെ തന്നെ ചെയ്തതല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ ഞാൻ കഴിക്കും. ഇതിൽ ഞാൻ പറയാൻ വിചാരിച്ചൊരു കാര്യം എന്താ അറിയോ, എനിക്ക് ആദ്യം ഇതിന്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. എന്തോ ഒരു വേറൊരു സ്മെല്ല് ഉണ്ട്. എന്താ നമ്മളതിൽ വേറെ ആ ഫ്ലേവറും അതേപോലെ കിട്ടുന്നുണ്ട്. മല്ലിന്റെ ടേസ്റ്റ്, മല്ലി മുളക് അതൊക്കെ പച്ചക്ക് ഇങ്ങനെ വറുത്തിട്ട് ആ ഒരു പ്രത്യേക ഫ്ലേവറാണ് അത് വരുന്നത്. അതിന്റെ ഫ്ലേവറാണ് അത്. ഞാനത്തെ ഇതിൽ അത്ര തിക്കായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. നല്ല രസം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ട്രിപ്പിൽ ഇട്ടു, എന്നിട്ടൊക്കെ ഒന്ന് മാജിക് മസാല, അതെ, ഇളക്കി വെച്ച് അടച്ചു വെച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളമൊക്കെ വന്ന സമയത്തും വീണ്ടും ഇട്ടു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഇങ്ങനെ തോന്നിയതാട്ടോ എനിക്ക്. അതെന്തായാലും ഫലപ്രദമായില്ലേ? അതെ. അപ്പൊ എന്തായാലും ഇവൻ വയ്ക്കാതെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ തിന്നണുണ്ട്, അത് നോക്കണ്ട. അപ്പൊ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇതേ രീതിക്ക് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, ഓരോ അഭിപ്രായങ്ങൾ. പിന്നെ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം. അപ്പം നിങ്ങളെ അഭിപ്രായം കേൾക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ത്വര വരും കേട്ടോ. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. നമ്മളുണ്ടല്ലോ പണ്ട് ചെറുതായിരുന്നു പോയി എരുവാണെങ്കിലും ചിക്കൻ അല്ലേ രസം ഉണ്ടാവുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും തിന്നു വിടല്ലോ. അതേ അവസ്ഥ തിന്നും വേണം, നല്ല വേദന ആവുന്നുണ്ട്, വല്ലാത്തൊരവസ്ഥ. പക്ഷെ എന്നോട് ഏത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടോ അതൊന്നും പ്രശ്നമില്ലാതെ.